കാനഡയിൽ ടൊറോണ്ടോയിലുള്ള കേരള ക്രിസ്ത്യൻ അസംബ്ലി കേരളത്തിലും ഇന്ത്യയിലുമുള്ള മലയാളികൾക്കായി ചൊവ്വാഴ്ച രാവിലെ 7:30 USA, കാനഡ എന്നിവിടങ്ങളിലുള്ളവർക്കായി വൈകിട്ട് 9 മണിക്കും ഒരുക്കുന്ന സുവാർത്ത സന്ദേശമാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ അപേക്ഷിക്കുന്നു. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തിട്ടുള്ളതായിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യമാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. മരണസമയത്ത് പറയുന്ന വാക്കുകൾ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നവയാണ്. മരിക്കാൻ തുടങ്ങുന്ന ചിലരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുന്ന ശ്രമകരമായിരിക്കുന്ന പ്രവൃത്തികൾ പലരിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നോടൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ച് കരയുന്ന മക്കൾ, ഭാര്യ, പ്രിയപ്പെട്ടവർ തുടങ്ങിയവർ ധാരാളമാണ്. യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ 7 മൊഴികൾ പുസ്തക രൂപത്തിൽ പലയിടങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവം തന്ന ആശയങ്ങൾ നിങ്ങളുമായി ഈ വൈകിവേളയിൽ പങ്കിടുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യേശുവിൻ്റെ അന്ത്യമൊഴികൾ എന്ന് വേണമെങ്കിൽ ഇവയെ നമുക്ക് വിളിക്കാവുന്നതാണ്. തിരുവചനത്തിൽ യാക്കോബ്, മോശ, സ്തേഫാനോസ് തുടങ്ങിയവരുടെ അന്ത്യമൊഴികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവയ്ക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത യേശുക്രിസ്തുവിൻ്റെ അന്ത്യമൊഴികൾക്കുണ്ട്. ഈ വിധത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ അവസാനത്തെ പ്രസംഗമായിരുന്നു ഈ 7 മൊഴികളും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രൂശ് എന്ന പ്രസംഗ പീഠത്തിൻ്റെ ചുറ്റും ആളുകൾ നന്നേ കുറവായിരുന്നു എങ്കിലും തൻ്റെ അവസാന ദൗത്യവും അവൻ ക്രൂശിൽ നിറവേറ്റുന്നു. എല്ലാ വിധത്തിലുമുള്ള ആളുകളുടെ പ്രതിനിധികൾ ആ പ്രസംഗം കേട്ടു. ഭരണാധികാരികൾ മുതൽ കള്ളന്മാർ വരെ. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രസംഗകനോ പ്രസംഗപീഠമോ കേൾവിക്കാരമോ സന്ദേശമോ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ക്രൂശിൽ കിടക്കുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം പ്രത്യേക ചിന്തനീയമാണ്. നിങ്ങൾ ആ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ. അക്ഷോഭ്യനായി, ശാന്തനായി, വേദനിക്കുന്ന എന്തെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകളൊന്നും ആരോടും പറയാതെ അവൻ തൂങ്ങിക്കിടക്കുന്നു. ക്രൂശിച്ചവരെ പോലും കുറ്റം പറയുന്ന വാക്കുകൾ അവനിൽ നിന്നും പുറത്തു വന്നില്ല. ശാന്തത തളം കെട്ടി നിൽക്കുന്ന ആ മുഖം കുഞ്ഞാടിനെ പോലെ സൗമ്യമായിരുന്നു. ആവലാതിയില്ല, പരാതിയില്ല. സാധാരണ വ്യക്തിത്വത്തിൽ നിന്നും വ്യത്യസ്തമായ എന്തോ അവനിലുണ്ട്. ചില മിനിറ്റുകൾക്ക് മുമ്പ് വരെ തന്നെ ഉപദ്രവിച്ചവർ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അവന് കാണാം. ശരിയായ ബോധത്തോടെ വേദനയേറ്റതായിരിക്കുന്ന ആ ശരീരം, ആ വ്യക്തിത്വം ഇപ്പോഴും ശാന്തമാണ്. ക്രൂശിൽ നിന്നും അവൻ അധികമൊന്നും സംസാരിച്ചില്ല എങ്കിലും സംസാരിച്ച വാക്കുകൾ നിത്യത വരെ നിറഞ്ഞു നിൽക്കുന്ന നിർമ്മല സ്നേഹത്തിൻ്റെ നിരന്തരമായിരിക്കുന്ന ഒഴുക്കായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ശബ്ദം ഇന്നും അർത്ഥവത്താണ്. അതിൻ്റെ സ്വാധീനം ഇപ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിലും പ്രതിധ്വനികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമല്ലേ? ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. ഭവനങ്ങൾ ശാന്തത കൈവരിപ്പാൻ അത് കാരണമായി തീരുന്നു. വ്യക്തിത്വങ്ങൾ ആ കുരിശിൻ്റെ സാക്ഷികളാകുവാൻ അവരെ ആനയിക്കുന്നു. ക്രൂശിൽ കിടക്കുന്ന ജീവിതത്തിൻ്റെ സ്വാധീനമാണ് ആ വാക്കുകളുടെ വശ്യശക്തി. വാക്കുകളുടെ പുറകിലെ വ്യക്തിത്വമാണ് ആ മൊഴികളെ വാസ്തവത്തിൽ അർത്ഥവത്താക്കി മാറ്റിയത്. അല്ലായിരുന്നെങ്കിൽ അവ വെറും ജീവിതമില്ലാത്ത പ്രസംഗക്കുറിപ്പുകൾ മാത്രമാകുമായിരുന്നു. കുരിശിൽ കിടക്കുമ്പോൾ ഈ മൊഴികൾ അവനിൽ നിന്നും പുറപ്പെട്ടതാണ് ആ മൊഴികൾക്ക് ഇത്ര വലിയ പ്രാധാന്യം ഉണ്ടാകുവാൻ ഇടയായി തീർന്നത്. അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ പ്രാണൻ തന്നിൽ നിന്ന് വേർപെടും എന്നറിഞ്ഞിട്ടും എങ്ങനെ ഈ വചനങ്ങൾ അവന് പ്രസ്താവിപ്പാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ നാം ചിന്തിക്കേണ്ടതായിരിക്കുന്ന വസ്തുത തന്നെയാണ്. അന്ത്യാഭിലാഷങ്ങൾ ഒന്നും അവനിൽ ഉണ്ടായിരുന്നില്ലേ? ആരെങ്കിലും അങ്ങനെ ഒരു അവസരം നൽകിയിരുന്നെങ്കിൽ ഈ പ്രസ്താവനകൾ തന്നെ ആയിരിക്കുമോ അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് എന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. അതുവരെ കൂടെ കൊണ്ട് നടന്ന് പരിശീലിപ്പിച്ച് വളർത്തിയ തൻ്റെ ശിഷ്യഗണങ്ങൾ എല്ലാം കൈവിട്ട ഒരു സമയമായിരുന്നു അത്. ശരിയായ രീതിയിൽ എന്തെങ്കിലും ചിന്തിപ്പാനോ പ്ലാൻ ചെയ്യുവാനോ കഴിയാത്ത ഒരു സമയമായിരുന്നു അത്. സംസാരിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിലും വാക്കുകൾ
അവയുടെ വിവേകം കൈവിട്ടുപോയ നേരമായിരുന്നു. നിരാശയുടെയും നെടുവീർപ്പിൻ്റെയും ആവലാതികളുടെയും സമയമായിരുന്നു ആ സമയം. പക്ഷേ ഇതൊന്നും കുരിശിൽ കിടക്കുന്ന യേശുവിൽ നാം കാണുന്നില്ല. മുൻപിൽ വരുന്ന മരണത്തെ നേരിട്ട് കാണുമ്പോഴും പറയുവാനുള്ള മുഴുവനും അവൻ കുരിശിൽ കിടന്ന് പറയുവാനിടയായി. മരണം അവൻ പ്രതീക്ഷിച്ചതായിരുന്നു. മരിക്കാനായി ജനിച്ചവനായിരുന്നു യേശുക്രിസ്തു. മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ കീഴടക്കുവാൻ അവന് സാധിച്ചു. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ തൻ്റെ മരണത്താൽ അടിയറവ് പറയിപ്പിച്ചു. അതിൻ്റെ മേൽ ആധിപത്യം കൊണ്ടാടി മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടക്കുമെന്ന് അറിയാവുന്നവൻ അവൻ്റെ മൊഴികൾ തിരുവായി മൊഴികളായി മാറി. യേശുവിൻ്റെ ജീവിതത്തിലെ ഇരുളടഞ്ഞ നിമിഷങ്ങൾ എന്ന് നമുക്ക് തോന്നിയേക്കാം. കാൽവറിയുടെ കൂരിരുട്ടിൻ്റെ വേളയെന്ന് നാം ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷേ അവിടെ നിന്നും കാർമേഘ പടലത്തിലെ വെള്ളി മേഘങ്ങൾ പോലെ ആ മൊഴികൾ അനുഭവപ്പെട്ടു. പാപപങ്കിലമായ ഈ ഭൂമിയുടെ മാറിൽ ഇതിനേക്കാൾ ശോഭനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഇനി ഉണ്ടാകുവാനില്ല. കുരിശിൽ നിണമൊഴുക്കി ആടി ഉലഞ്ഞ ആ ദിവ്യപുരുഷന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിന്നും ബഹിർഗമിച്ച പ്രകാശം ഇതുവരെ ലോകം ദർശിച്ചിട്ടുള്ള പ്രകാശധാരയേക്കാൾ പ്രകാശപൂരിതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ദിവ്യ ത്യാഗി കുരിശിൽ നിന്നും അവൻ്റെ കഷ്ടതയുടെയും സ്നേഹത്തിൻ്റെയും ആദ്യ ഫലമായി മനുഷ്യകുലത്തിൻ്റെ മടിയിലേക്ക് എറിഞ്ഞുകൊടുത്തതായിരിക്കുന്നതായ നിർണായക നിമിഷമായിരുന്നു ക്രൂശിൽ നിന്നും ഈ മൊഴികൾ പ്രതിവചിച്ച സമയം. മറുവശം ചിന്തിച്ചു നോക്കിക്കേ. മറുവശത്ത് നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും സാത്താന്യ ദൂതന്മാർ ആർത്ത് അട്ടഹസിക്കുന്നു. ആ സമയം അവർ വിചാരിച്ചു വിജയത്തിൻ്റെ സമയമാണെന്ന് അവർ കരുതി. അന്ധകാര ശക്തി ദൈവദൂഷണത്തിൻ്റെ മുഴുവൻ ശേഖരങ്ങളും കോപത്തോടെ മുമ്പിലേക്ക് തള്ളിയ നിമിഷങ്ങളായി തോന്നിയേക്കാം. വിശുദ്ധ സ്ഥലത്തിൻ്റെ കാവൽക്കാർ നരകപുരിയുടെ ഉപകരണങ്ങളും ദല്ലാളുമാരുമായി മാറിയ നിമിഷങ്ങൾ. അവിടെയുള്ള എല്ലാവർക്കും ഒരേ ആഗ്രഹം: ക്രൂശിൽ കിടക്കുന്നവനെ എങ്ങനെയെങ്കിലും തരം താഴ്ത്തുക, നശിപ്പിക്കുക, അവൻ്റെ രാജ്യം ശിഥിലമാക്കുക, അവനെ ഇല്ലായ്മ ചെയ്യുക. അവൻ്റെ വാക്കുകൾ, കഴിഞ്ഞകാല ശുശ്രൂഷയിൽ അവൻ നടത്തിയ പ്രസ്താവനകൾ, ഇവയെല്ലാം വിരുദ്ധമാക്കുക എന്ന ചിന്തയാണ് അവരെ കൂടുതൽ വ്യാപരിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തത്. അതിനുള്ള അന്തരീക്ഷം അവർ സൃഷ്ടിച്ചെടുക്കുവാൻ ശ്രമിച്ചു. അവൻ്റെ തലയിൽ എന്നും ഒരു മുൾക്കിരീടം ഉണ്ടായിരിക്കണം എന്ന് അവർ ആഗ്രഹിച്ചു കാണും. ചുറ്റും നിൽക്കുന്നവർ ഉപയോഗിച്ച വാക്കുകൾ ചിന്തിച്ചു നോക്കൂ. കർണകഠോരവും ക്രൂരവുമായിരിക്കുന്ന വാക്കുകൾ യേശുവിനെതിരായിട്ട് അവർ ഉപയോഗിപ്പാൻ തക്കവണ്ണം അത് ഇടയായി തീർന്നു. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ തൻ്റെ അടുക്കൽ ഒരിക്കൽ കടന്നു വന്ന പരീക്ഷകന്റെ കിങ്കരന്മാരുടെ ശബ്ദം അവൻ ചിലപ്പോൾ അത് ഓർത്തു കാണാം. ആ പാത തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഹിതത്തിലുള്ളതാണെന്ന് ബോധ്യപ്പെട്ട ദൈവപുത്രനെ തളർത്തുക അവയ്ക്കൊന്നിനും സാധിച്ചില്ല. പകരം പിതാവ് നൽകിയതായിരിക്കുന്ന ബോധ്യം ഒരു പരിച പോലെ അവൻ ഉപയോഗിച്ചു. ആ പരിചയിൽ ശത്രുവിൻ്റെ അഗ്നി അമ്പുകൾ കെട്ടടങ്ങി. അവൻ്റെ മുഖത്തേക്ക് അവർ ശ്രദ്ധിച്ചു നോക്കി. അവൻ്റെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ടോ? അതെ, അവൻ എന്തോ പറയുവാൻ ശ്രമിക്കുന്നത് പോലെ അവർക്ക് തോന്നി. എന്തായിരിക്കാം അവൻ പറയുവാൻ പോകുന്നത്? വേദനയുടെ ശബ്ദങ്ങളോ, കോപത്തിൻ്റെ വാക്കുകളോ, പ്രതികാരത്തിൻ്റെ ശബ്ദമോ? ഇതുവരെ ലോകം ദർശിച്ചിട്ടുള്ള അന്ത്യമൊഴികൾ മിക്കവാറും എല്ലാം തന്നെ സിംഹാസനങ്ങളിൽ നിന്നും ദേവാലയ പീഠങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മരണക്കിടക്കയിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. എന്നാൽ ക്രൂശിൽ നിന്നുള്ള മൊഴികൾ ആരും കാര്യമായി പരിഗണിക്കാറില്ലാത്ത ഒന്നായി കാണപ്പെട്ടു. കാര്യമായി പരിഗണിക്കേണ്ടവർ ആരും ആ വാക്കുകൾ പരിഗണിച്ചില്ല. കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്നതായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനോ അവനോട് ചേർന്ന് സമയം പങ്കിടുവാനോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. യേശുവിൻ്റെ മൊഴികൾ ഉടലെടുത്ത സമയം പക്ഷേ അതിപ്രധാനമായിരുന്നു. സ്ഥാനം അതുല്യമായിരുന്നു. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ ഭാരം പേറിയ ആ നിമിഷങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല എന്ന് കാണാം. മറ്റു മൊഴികളിൽ നിന്നും ഈ മൊഴികളെ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൊഴിയെ എങ്ങനെയാണ് മാറ്റമുള്ളതാക്കി തീർത്തത് എന്ന് അത് നാം ചിന്തിക്കണം. പലരുടെയും മരണമൊഴികൾ അപകടങ്ങളായിരുന്നു, ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നവയായിരുന്നു, ഭവനങ്ങളെ കണ്ണുനീരണിയിപ്പിക്കുന്നതായിരുന്നു, വ്യക്തികളെ നശിപ്പിക്കുന്നതായിരുന്നു, കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവയായിരുന്നു, ജീവനോടെ ശേഷിക്കുന്നവരെ ത്രിശങ്കു സ്വർഗത്തിലാക്കുന്നതായ ചിന്തകളായിരുന്നു അവർക്ക് പലർക്കും ഉണ്ടായിരുന്നത്.
എന്നാൽ യേശുവിൻ്റെ മരണമൊഴികൾ ജീവമൊഴികളായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു വലിയ മാസ്മര ശക്തി യേശുവിൻ്റെ മൊഴികൾക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നും അത് പാപികളെ പറുദീസയിലേക്ക് നയിക്കുന്നു, തസ്കരന്മാരെ സ്വർഗീയ വാസികളാക്കുന്നു, മരണവിധി കാത്തു കഴിയുന്നവരെയും മരിക്കാൻ ആഗ്രഹിക്കുന്നവരെയും നവജീവൻ നൽകി പോഷിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ കേൾക്കുവാൻ കൊതിക്കുന്ന ആയിരങ്ങൾ ഇന്ന് ആ മൊഴിയുടെ മുൻപിൽ കടന്നു വരുന്നു. അവർക്കായി അവൻ അധരം തുറന്നു, ചുണ്ടുകൾ ചലിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ ശബ്ദം പുറത്തു വന്നപ്പോൾ അതിലെ വാക്കുകൾ, കുരിശിലെ മൊഴികളുടെ പശ്ചാത്തലം നമുക്ക് പകർന്നു തരുവാൻ തക്കവണ്ണം കഴിയുന്നതായിരുന്നു. യേശു പ്രസ്താവിച്ച പ്രസ്താവനകളിലേക്ക് നാം കടന്നുപോയാൽ ആ പ്രസ്താവന ലൂക്കോസ് 23:34 നാം വായിച്ചത്. ക്രൂശിക്കാനായി വിധിക്കപ്പെട്ട യേശുവിനെയും കൊണ്ട് പീലാത്തോസിന്റെ പടയാളികൾ തലയോടിടം എന്ന സ്ഥലത്തെത്തി. ക്രൂശീകരണത്തിന് വിധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും വടക്കേ ആഫ്രിക്കയിൽ നിന്നുള്ള കുറേനക്കാരനായ ശിമോനും ആ ക്രൂശിന്റെ ഭാരം പങ്കിട്ട് യേശുവിൻ്റെ പിന്നാലെ നടക്കേണ്ടി വന്നു. ശക്തമായ എതിർപ്പ് യഹൂദന്മാരുടെ പക്ഷത്തു നിന്ന് ഉണ്ടായി എങ്കിലും അതിനെ വകവയ്ക്കാതെ ഒരു വലിയ ജനസമൂഹം യേശുവിൻ്റെ പിന്നാലെ ചെന്നു. ഒപ്പം വിലപിച്ച് മുറയിടുന്ന ഒരു കൂട്ടം സ്ത്രീകളും. യേശു തിരിഞ്ഞ് അവരെ വിളിച്ചത് യെരുശലേം പുത്രിമാരെ എന്നായിരുന്നു. വാസ്തവത്തിൽ ആർക്കുവേണ്ടി കരയണമെന്ന് യേശു അവിടെ വ്യക്തമാക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. കുരിശിൽ തറയ്ക്കപ്പെടുവാൻ പോകുന്ന, തന്നേക്കാൾ ഉപരി വരുവാൻ പോകുന്ന പരീക്ഷാകാലത്തെപ്പറ്റി ചിന്തിക്കുവാൻ യേശു അവരെ പ്രബോധിപ്പിക്കുകയാണ് ഉണ്ടായത്. തലയോടിടമെന്ന സ്ഥലത്ത് ദുഷ്പ്രവർത്തിക്കാരായ 2 പേരുടെ നടുവിൽ അവർ യേശുവിനെ ക്രൂശിച്ചു. ഈ ക്രൂശീകരണം നടന്നു കഴിഞ്ഞ ഉടൻ യേശു പ്രസ്താവിച്ച വചനമാണ് നാം ഇന്ന് വായിച്ച അതേ കുറിവാക്യം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. വാസ്തവത്തിൽ കുരിശിൽ നിന്നും യേശു പ്രസ്താവിച്ച ആദ്യ വാചകങ്ങൾ ഒരു പ്രാർത്ഥനയായിട്ടായിരുന്നു അവൻ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ജീവിതത്തിൻ്റെ ഏത് നിമിഷങ്ങളിലും ഒരു ദൈവപൈതൽ മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒന്നാണ് ഈ പ്രാർത്ഥന. സുഖത്തിലും ദുഃഖത്തിലും അത്യന്താപേക്ഷിതമായ ഒന്നായിരിക്കണം ഈ പ്രാർത്ഥന. ഇത് വ്യക്തമാക്കുന്ന വലിയ സത്യം ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞ ഉടൻ പ്രാർത്ഥിക്കുവാനുള്ളതായിരിക്കുന്ന മനസാന്നിധ്യം തനിക്ക് എങ്ങനെ ലഭിച്ചു എന്ന് നാം ചോദിച്ചു പോകും. തൻ്റെ മാനസിക അവസ്ഥ അതിന് യോജിച്ചതായിരുന്നുവോ? ആ സ്ഥാനത്ത് നാം ആയിരുന്നെങ്കിൽ നാം എന്തു ചെയ്യുമായിരുന്നു? നമ്മുടെ മനോഭാവം എന്തായിരിക്കുമായിരുന്നു? ഈ ചോദ്യങ്ങൾ വാസ്തവത്തിൽ അർത്ഥവത്തായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതായിരിക്കുന്ന സംഗതിയാണ്. പലപ്പോഴും നാം ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങാതെ വരുമ്പോൾ തികച്ചും തെറ്റായ രീതിയിൽ പ്രതികരിക്കുകയും നാം ശബ്ദമുണ്ടാക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ചിലപ്പോൾ പ്രേരിപ്പിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. ആ സമയങ്ങളിൽ നാം ക്രൂശിതനായ കർത്താവിൻ്റെ പിൻഗാമികളായി മാറേണ്ടത് ആവശ്യമാണ്. സ്റ്റേജുകളിൽ, പ്രസംഗ പീഠങ്ങളിൽ മാത്രം ക്രിസ്തുവിൻ്റെ പിൻഗാമികളും അല്ലാത്ത സമയങ്ങളിൽ മറ്റാരുടെയൊക്കെയോ പിൻഗാമികളുമായി മാറുവാൻ ദൈവം നമുക്ക് അനുവാദം തരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ കാൽവറിയിൽ കിടക്കുന്നവനായിരിക്കുന്ന കർത്താവിൻ്റെ ആ വാക്കുകളെ നമുക്കൊരു നിമിഷം പരിശോധിക്കാം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. എത്രമാത്രം സത്യസന്ധമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു യേശു കാൽവറിയിൽ പിതാവിനോട് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ആ പ്രാർത്ഥനയോടുള്ളായിരിക്കുന്ന ഈ ബന്ധത്തിൽ നമുക്ക് വാസ്തവത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്ന ധാരാളം സംഗതികളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ മൊഴി തൻ്റെ പിതാവിനോടുള്ള അഭിസംബോധനയായിരുന്നു. പിതാവിനെ വിളിച്ചുകൊണ്ടാണ് ക്രൂശിലെ മൊഴികൾ ആരംഭിക്കുന്നതെങ്കിൽ പിതാവിനെ വിളിച്ചുകൊണ്ടാണ് തൻ്റെ മൊഴികൾ അവസാനിപ്പിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 23 46 മൊഴിക്ക് ശേഷം അവൻ പ്രാണനെ വിടുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ മൊഴിയിലെ ഇവർ എന്ന് പറയുന്ന ആ വാക്ക് ആരെ കുറിക്കുന്നതാണ്? എല്ലാ യഹൂദന്മാരെയുമാണോ യേശു അർത്ഥമാക്കിയത്? അതോ റോമൻ പടയാളികളെയാണോ? അതോ 2 കൂട്ടരെയുമാണോ എന്നുള്ളത് ഒരിക്കലും വ്യക്തമല്ല. എന്നാൽ അതിൻ്റെ ആഴങ്ങളിൽ നാം കടന്നു ചെല്ലുകയാണെങ്കിൽ പല യഹൂദന്മാരും റോമൻ പടയാളികളും യഹൂദ മതത്തിൻ്റെ ഭരണകൂടവും രാഷ്ട്രീയ ഭരണകൂടവും എല്ലാം അതിൽ ഉൾപ്പെടുമായിരുന്നു എങ്കിലും നാം എല്ലാവരും വാസ്തവത്തിൽ അതിനകത്ത് ഉൾപ്പെട്ടവരായിരുന്നു.
ഈ ക്രൂശീകരണ പ്രക്രിയയുടെ പിമ്പിൽ യഹൂദന്മാർ മാത്രമല്ല ഉണ്ടായിരുന്നത്, നാം എല്ലാവരും അതിൻ്റെ പിൻപിൽ ഉണ്ടായിരുന്നു. റോമൻ പടയാളികളല്ലല്ലോ അവൻ്റെ കാലുകളിൽ ആണി അടിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നാമും അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിലും ആത്മീയ അർത്ഥത്തിൽ ആ കാര്യം ചെയ്യുവാൻ തക്കവണ്ണം മുൻപോട്ട് കടന്നു വന്നവരാണ്. മതത്തിൻ്റെ നേതാക്കന്മാർ, പ്രസ്ഥാനത്തിൻ്റെ മുതൽപിടിക്കാർ ക്രിസ്തുവിൻ്റെ പേരിൽ ക്രിസ്തുവിൻ്റെ അനുയായികളെ ആണിയടിക്കുമ്പോൾ നോക്കിയിരിക്കുന്ന ആത്മീക പുറംചട്ടയിട്ട ധാരാളം മേധാവികളും അന്ന് ഉണ്ടായിരുന്നതായി കാണാം. അതേ വാസ്തവത്തിൽ നാമും കൂടെ അല്ലേ നമ്മുടെ കർത്താവിനെ ക്രൂശിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്നിട്ടും അവൻ പ്രതികാരം ചെയ്യാതെ മധ്യസ്ഥത അണയ്ക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് ഉള്ള കൂട്ടായ്മയല്ല, പ്രത്യുത പാപപരിഹാരത്തിനായി, ജീവിത വ്യത്യാസത്തിനായി, ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനായി അന്നത്തെ റോമൻ പടയാളി യേശു ദൈവപുത്രനാണെന്നറിയാതെ ആയിരിക്കാം ആണി അടിച്ചത്. അവരുടെ മുകളിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ അനുസരിക്കുകയായിരുന്നിരിക്കാം. പക്ഷേ ഇന്ന് നിരപരാധികളെ ക്രൂശിക്കുന്നതിൽ നാം നിരപരാധിയോ അതോ അപരാധിയോ? നമ്മുടെ കൈകൾ കുറ്റമറ്റതാണോ? നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ഈ അവസരം ഉപയോഗിക്കാം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിന് വേദന വർദ്ധിപ്പിക്കുന്ന ധാരാളം ആളുകൾ ധാരാളം ക്രിയകളിലൂടെ ഇന്നും രംഗത്തുണ്ട്. പാപത്തിൻ്റെ പിടിയിൽപ്പെട്ട് മുൻപോട്ട് പോകുന്ന ധാരാളം ആളുകൾ ഇന്ന് ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. ഒരു നിമിഷം നിങ്ങളോട് ചോദിക്കൂ, ഞാൻ ആ കൂട്ടത്തിലുണ്ടോ? എനിക്ക് അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ വേദനിപ്പിക്കുവാനാണോ ഭാരപ്പെടുത്തുവാനാണോ അത് കഴിയുന്നത്? അതോ അവൻ എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചതായിരിക്കുന്ന ആ പ്രത്യേക യാഗത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് എൻ്റെ ജീവിതം ധന്യമാക്കുവാൻ തക്കവണ്ണം എനിക്ക് സാധിക്കുമോ എന്ന് അത് നിശ്ചയമായും ചോദിക്കേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ നാം ചിന്തിച്ചേക്കാം, നമ്മുടെ ജീവിതത്തിൽ നാം ഭക്തന്മാരായി കഴിയുന്നുവെന്ന്. പള്ളികളിൽ പോകുകയോ ആരാധനാലയങ്ങളിൽ പങ്കെടുക്കുകയോ അതുപോലെ തന്നെ ആരാധനയിൽ പങ്കെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കണ്ടു എന്ന് വന്നേക്കാം. പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഭക്തി കടന്നു വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. പലപ്പോഴും കപടഭക്തിയുടെ വേഷം അണിഞ്ഞ് നാം മുൻപോട്ട് പോകുന്നതായിരിക്കുന്ന ആളുകളായിരിക്കാം. യേശുവിൻ്റെ കുരിശിലെ ആദ്യത്തെ മൊഴി അവർക്ക് വേണ്ടിയുള്ളതായിരിക്കുന്നതായ ഒരു മൊഴി കൂടെ ആയിരുന്നു. ഇല്ലാത്തത് ഉണ്ട് എന്ന് ഭാവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതാണ് വാസ്തവത്തിൽ കപടഭക്തി. ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്യിക്കുകയും ഞാനത് അറിഞ്ഞില്ല എന്ന ചിന്തയിൽ മുൻപോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിജീവിതമാണോ അത് ഞാനെന്ന് എന്നോട് തന്നെ ചോദിപ്പാൻ കഴിഞ്ഞാൽ അത് നമുക്ക് ആ സംഗതിയുടെ യഥാർത്ഥ അർത്ഥം കണ്ടുപിടിപ്പാൻ തക്കവണ്ണം സാധിക്കും. ദൈവം തമ്പുരാൻ അവയെ അത് ക്ഷമിക്കും. നാം ഏറ്റുപറയുവാൻ തക്കവണ്ണം തയ്യാറാകണം എന്ന് മാത്രമേ ഉള്ളൂ. ലംഘനങ്ങളെ അത് മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നു. അറിയാതെ ചെയ്തു പോയത് ആണെങ്കിൽ അതിനുവേണ്ടി ആ പ്രാർത്ഥന കാൽവറിയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പൗലോസ് പറഞ്ഞത് ഒരു നിമിഷം നമുക്ക് ശ്രദ്ധിക്കാം. ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരായി അറിയപ്പെട്ടിരുന്ന പീലാത്തോസും മഹാപുരോഹിതന്മാരും യഹൂദന്മാരും യഹൂദ ജനത്തിൻ്റെ മൂപ്പന്മാരും പ്രമാണികളും ജ്ഞാനികൾ ആയിരുന്നുവെങ്കിലും യഥാർത്ഥമായിരിക്കുന്നതായ ജ്ഞാനം അവരിൽ ഇല്ലായിരുന്നു എന്ന് കാണാം. അവരിൽ ഉണ്ടായിരുന്ന ജ്ഞാനം ഭൗതികവും ലൗകികമായിരുന്നു എന്ന് മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനത്താൽ നൽകപ്പെട്ടതായിരിക്കുന്ന ജ്ഞാനം അവരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ജ്ഞാനികളായിരിക്കുമ്പോൾ തന്നെ അവർ മൂഢന്മാരായിപ്പോയി എന്ന് തിരുവചനം നമ്മോട് പറയുന്നു. ഭാവിയിൽ നടക്കാൻ പോകുന്ന ജീവിതത്തിലെ മാനസാന്തരത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും ശബ്ദം കർത്താവിൻ്റെ പ്രാർത്ഥനയിലൂടെ അത് ഇന്ന് നമുക്ക് നേടുവാൻ തക്കവണ്ണം കഴിയുന്നുവെങ്കിൽ നാം എത്രയോ ധന്യമാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അറിയാതെ ചെയ്തു പോകുന്ന പ്രവൃത്തിയിൽ അവരുടെ തന്നെ പാപശാന്തിക്കുള്ള മറുവില കൂടെ അതെ കാൽവറിയിൽ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അവനെ ക്രൂശിച്ചതിൽ ഒരു വലിയ പങ്ക് അതെ അന്നത്തെ പെരുന്നാളിന് വന്ന ആളുകൾക്ക് പോലും ഉണ്ടായിരുന്നു. അവരോടുള്ള പത്രോസിൻ്റെ പ്രസംഗം അത് വെളിപ്പെടുത്തുന്നു. നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. അന്നത്തെ കേൾവിക്കാർ
യേശുവിനെ ക്രൂശിച്ചവരുടെ ഭാഗമായിരുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവർത്തികളിൽ നാം വായിക്കുന്നത് ഹൃദയത്തിൽ അവർ കുത്തുകൊണ്ടവരായി. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. എന്തു ചെയ്യേണ്ടു എന്ന് അറിയാതെ യേശുവിനെ ക്രൂശിച്ച ഒരു കൂട്ടമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പാപക്ഷമയ്ക്കായി അത് അപേക്ഷിക്കുമ്പോൾ അങ്ങനെയുള്ളവരോടുള്ള ദൈവിക പരിപാടിയാണ് ക്രൂശിൽ നിന്നും ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ആദ്യത്തെ അതേ വാക്കുകൾ. അവരോട് ക്ഷമിക്കണമേ. പാപക്ഷമയുടെ ദൂത് ഇപ്പോൾ അവർക്ക് നൽകുവാൻ അപ്പോസ്തലന്മാരെ, നമ്മെ പ്രാപ്തരാക്കിയിരിക്കുന്നത് യേശുവിൻ്റെ സ്നേഹമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവ കൃപയ്ക്കായി നമ്മുടെ ജീവിതത്തെ നാം ഉപയോഗിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരണം. നിങ്ങൾ പറഞ്ഞേക്കാം, എൻ്റെ പാപങ്ങൾ അതികഠിനമാണ്, എനിക്ക് ഒരു ക്ഷമയും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിനൊരു വിടുതലും ലഭിപ്പാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പാപത്തിൽ ഞാൻ അകപ്പെട്ടതാണ് എന്ന് പറഞ്ഞേക്കാം. പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ചെയ്തതായിരിക്കുന്നതായ സംഗതികൾ നിങ്ങൾ അറിയാതെ ചെയ്തതുകൊണ്ട് നിങ്ങളോട് ക്ഷമിപ്പാൻ തക്കവണ്ണം എൻ്റെ യേശു വിശ്വസ്തനാണ്. യേശുക്രിസ്തുവിൻ്റെ ക്ഷമയുടെ വ്യാപ്തി അവൻ്റെ വാക്കുകളിൽ അത് വളരെ നിഴലായി മാത്രമല്ല പൊരുളായും കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആരുടെയും സ്വാധീനമില്ലാതെ സ്വഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ദൈവസ്നേഹത്താൽ വിളിച്ചു പറഞ്ഞതായ വാക്കുകളായിരുന്നു അവരോട് ക്ഷമിപ്പാനുള്ളതായിരിക്കുന്നതായ യേശുവിൻ്റെ ആഗ്രഹത്തിൻ്റെ വാക്കുകൾ. അതവനെ ക്രൂശിക്കുന്നവനും വസ്ത്രം പങ്കിട്ടെടുക്കുന്നവനും ഒരുപോലെ പങ്കിടുവാൻ തക്കവണ്ണം കഴിയുന്നതായിരുന്നു. അവനെ ഓർത്ത് കരഞ്ഞവർക്കായും സ്വന്തം ശിഷ്യന്മാർക്കായും അവനോട് അനുഭൂതിയും അനുകമ്പയുള്ളവർക്കായും മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നില്ല യേശുവിൻ്റെ പ്രാർത്ഥന. അവനെ ക്രൂശിച്ചവർ എന്താണ് അവനിൽ നിന്നും പ്രതീക്ഷിച്ചത്? വേദനയുടെ വാക്കുകൾ, കയ്പ് നിറഞ്ഞ ശബ്ദങ്ങൾ, അലറുന്ന സ്വരങ്ങൾ, പരിധി വിട്ടുപോയാൽ നിരാശയുടെയും ന്യായവിധിയുടെയും ശാപത്തിൻ്റെയും വാക്കുകൾ. അവരത് മാത്രമേ കേട്ടിട്ടുള്ളൂ. കുരിശിൻ്റെ തടിയിലേക്ക് തല തല്ലിക്കൊണ്ട് മുറയിടുന്ന, ആക്രോശിക്കുന്ന, ശപിക്കുന്ന വ്യക്തികളെ മാത്രമേ അന്ന് വരെ അവർ കണ്ടിരുന്നുള്ളൂ. സ്വന്തം ജനന ദിവസത്തെയും ജനിപ്പിച്ചവരെയും ശപിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് അവർ കണ്ടിരുന്നത്. ക്രൂശിൽ കിടന്നുകൊണ്ട് ചിലർ സ്വയം നിരപരാധികളാണെന്ന് വിളിച്ചു പറയുന്നവരുണ്ടായിരുന്നു. സ്വന്തം തെറ്റുകളെ ഓർത്ത് സഹതപിക്കുന്നവരും ആ കൂട്ടത്തിൽ കാണാം. എന്നാൽ പാപമില്ലാത്തവനായ കുഞ്ഞാട് ഭൂമിക്കും ആകാശത്തിനും മധ്യേ തൂങ്ങിക്കിടന്നുകൊണ്ട് ദൈവത്തിനും മനുഷ്യൻ്റെയും ഇടയിൽ മധ്യസ്ഥനായി പാപക്ഷമയ്ക്കായി അപേക്ഷിക്കുന്ന കാഴ്ച അസാധാരണമായ ഒരു കാഴ്ചയായിരുന്നു യേശുവിൽ നാം കണ്ടത്. ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അവൻ്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും നന്മയല്ലാതെ ആർക്കും തിന്മ ചെയ്യുവാൻ തക്കവണ്ണം ഉള്ളതായിരുന്നില്ല. കാൽവറിയിൽ മുഴങ്ങിക്കേട്ട പാപക്ഷമയുടെ പ്രാർത്ഥന ആവർത്തിക്കുവാൻ യോഗ്യമായ ഒന്നായി അടുത്ത തലമുറ മനസ്സിലാക്കി. സ്തേഫാനോസിൻ്റെ വാക്കുകൾ ക്രിസ്തു ശിഷ്യൻ്റെ വാക്കുകളായിരുന്നു. അതുപോലെ തന്നെ ആ ക്ഷമയുടെ ആഴവും അതിലുള്ള ദൈവിക സ്നേഹവും പാപക്ഷമ എന്ന വിലയേറിയ ദാനം വില കൂടാതെ നൽകുന്നതിലൂടെ വെളിപ്പെടുത്തപ്പെട്ടു. ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിജീവിതത്തിന് ഒരു പാപക്ഷമ ആവശ്യമായിരുന്നില്ല. യേശു മാത്രമാണ് പാപമില്ലാത്തവൻ, പാപി അല്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ. ആ യേശുവിന് മാത്രമേ പാപത്തിൻ്റെ പരിഹാരം നൽകുവാൻ കഴിയുകയുള്ളൂ. ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് വിളിച്ചു പറയുവാൻ തക്കവണ്ണം യോഗ്യനായ ഒരുവൻ യേശുക്രിസ്തു മാത്രമാണ്. ഇന്ന് പലരും ക്ഷമിക്കണമേ എന്നുള്ള വാക്കുകൾ പ്രസ്താവിക്കാറുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിൽ ക്ഷമ ആവശ്യമുള്ളവരാണ് എന്നുള്ള സത്യം നാം മറക്കരുത്. യേശു മാത്രമാണ് അത് ആവശ്യമില്ലാത്ത ഏക വ്യക്തി. അതുകൊണ്ട് മാത്രമാണ് പാപക്ഷമ നൽകുവാൻ യേശു മാത്രം യോഗ്യനായിത്തീരുന്നതും. ഏദൻ തോട്ടത്തിലെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുവാൻ യോഗ്യനായതും അവൻ്റെ പാപമില്ലായ്മ കൊണ്ട് മാത്രമാണ്. ക്രൂശിൽ നിന്നും കേട്ട ശബ്ദം ദൈവിക നീതിയെ ഉറപ്പിച്ച ശബ്ദമായിരുന്നു. കൃപയുടെ വാതിൽ തുറന്നിട്ടു. ദൈവിക നീതി വിട്ടുവീഴ്ചയില്ലാതെ ഏകജാതനായിരിക്കുന്ന പുത്രനെ കാൽവറിയിൽ എത്തിച്ചു. പാപമില്ലാത്ത കുഞ്ഞാട് പാപമുള്ള കുഞ്ഞാടിനെ പോലെ യാഗമായപ്പോൾ പാപിയുടെ യാഗം ആ യാഗത്തിൽ ക്ഷമിക്കപ്പെട്ടു. ദൈവിക നീതി സ്ഥാപിക്കപ്പെട്ടു. പാപമില്ലാത്തവൻ പാപമേറ്റെടുത്ത്
ദൈവിക നീതി സ്ഥാപിച്ചപ്പോൾ പുത്രന് ലഭ്യമായ നീതി തനിക്ക് പാപക്ഷമ ആവശ്യമില്ലാത്തതിനാൽ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ നീതി കണക്കിടുവാൻ തീരുമാനിച്ചു. അതിനായി തുറന്ന വാതിലാണ് തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ വാഗ്ദാനം ചെയ്തത് എന്ന് നാം മനസ്സിലാക്കും. ഈ പ്രത്യേക സന്ദേശം നിങ്ങളുടെ കാതുകളിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് വശത്തായിരുന്നാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പാപത്തിൽ നിങ്ങളുടെ ജീവിതം പിടഞ്ഞ് പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ഞാനൊരു പാപിയാണ് എന്ന് നിങ്ങൾക്ക് അത് തോന്നുന്നുവെങ്കിൽ, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരുന്നുവെങ്കിൽ, ഈ അവസരം നിങ്ങൾ ദൈവസന്നിധിയിൽ ഉപയോഗിക്കൂ. ഒരു നിമിഷം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ അവയെ ഏറ്റുപറഞ്ഞ് പാപമില്ലാത്ത കുഞ്ഞാടായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരൂ. ആ ക്ഷമയുടെ ആഴം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സ്നേഹത്താലും പാപക്ഷമയാലും ഒരു വിലയും കൂടാതെ ദാനമായി നിങ്ങൾക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം സാധിക്കും. നിങ്ങൾക്ക് വേണ്ടിയുള്ള വില ഒരാൾ കാൽവറിയിൽ കൊടുത്തു കഴിഞ്ഞു. ആ കൊടുത്തു കഴിഞ്ഞതായിരിക്കുന്നതായ വില ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടതാണ്. ആയതിനാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് കൃപയ്ക്ക് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ഇത്രത്തോളം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ഇതേ സമയം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇതിനെ പരാമർശിക്കുന്നതായ ബാക്കി ഭാഗങ്ങൾ കേൾക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ. കാനഡയിൽ ടൊറോൻറ്റോയിലുള്ള കേരള ക്രിസ്ത്യൻ അസംബ്ലി കേരളത്തിലും ഇന്ത്യയിലുമുള്ള മലയാളികൾക്കായി ചൊവ്വാഴ്ച രാവിലെ 7:30 USA, കാനഡ എന്നിവിടങ്ങളിലുള്ളവർക്കായി വൈകിട്ട് 9 മണിക്കും ഒരുക്കുന്ന സുവാർത്ത സന്ദേശമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാമിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുവാനും അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വിലാസവും തുടർന്നുള്ളായിരിക്കുന്നതായ എല്ലാ വിശദീകരണങ്ങളും നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്നും ലഭ്യമാണ്. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ മൊഴികൾ നാം കേട്ടു. തുടർന്നുള്ള ആഴ്ചകളിൽ തുടർന്നുള്ള മൊഴികൾ ശ്രദ്ധിക്കാവുന്നതാണ്.